ഇതൊരുമാതിരി കോപ്പിലെ പരിപാടിയായിപ്പോയി. ഇതിപ്പോ ഇട്ട നിക്കറ് വട്ടം കയറുമല്ലോ ആയല്ലോ. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോരുത്. ഒരുത്തൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരുത്തൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഒരുത്തൻ അഭിനയിക്കുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു. ഹലോ, എടാ ചണ്ടാള. ഹലോ ഹലോ, എടാ ഞാൻ ടോണിയാ. ഹലോ ഹലോ. പറ ഉമ്മച്ചോ, കാലത്ത് തന്നെ എന്താ ഒരു ഗൗരവം? സെയിം എടുത്തായിരിക്കും അല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആ ചണ്ടാളിനെ കൂട്ടിയ പാറത്തോട്ടിലേക്കോ ഒരു കാര്യം. എങ്ങോട്ടാ? ഓക്കെ. ഹലോ. എന്നിട്ട് തീം വല്ല ആയോടെ? അധികം ആരും ശ്രദ്ധിക്കാത്തൊരു വാർത്ത ഇന്നത്തെ പേപ്പറിലുണ്ട്. അപകടത്തിൽ മരിച്ചൊരു യുവാവിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു. എന്നിട്ട് അതുകൊണ്ടെന്താ 5 പേർക്കാ പുതിയ ജീവിതം കിട്ടിയത്. ഇത് പറയാനാണോടെ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നീ തോക്കി കയറി വെടി വെക്കാതെ പറയുന്ന മുഴുവൻ കേക്ക്. ഇത്രയും നാളൊരു കഥയ്ക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടില്ലേ? എന്തുകൊണ്ട് നമുക്കിതൊരു ഷോർട്ട് ഫിലിം ആക്കിക്കൂടാ? സംഭവം കൊള്ളാം. പക്ഷേ ഈ 5 അവയവം എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? എന്തുകൊണ്ട് വിശ്വസിച്ചൂടാ? മരിച്ചുപോയ അനീഷിന്റെ 2 കണ്ണുകളും വൃക്കയും കരളുമാണ് ദാനം ചെയ്തത്. ശരി. ഈ കഥയിൽ എന്താ ഇത്ര പുതുമ? ഇത് തന്നെയല്ലേ ട്രാഫിക് സിനിമയിലും ഉള്ളത്? അല്ല, അതിലെ പേരൻസ് ആണ് സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തത്. നമ്മുടെ മെസ്സേജ് ഇതല്ല. ഈ മരിച്ചുപോയ അനീഷ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവയവദാനം ചെയ്യാൻ ഒപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പൊ അനീഷാണ് ഇവിടെ ഹീറോ. അതാണ് പോയിന്റ്. ജീവിച്ചിരിക്കുമ്പോഴേ അവനൊരു നല്ല കാര്യം ചെയ്തു. നാളെ ഇതെല്ലാവരും ചെയ്താ കുറേ കുടുംബങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ കഥ റെഡി. ഇനി അഭിനേതാക്കൾ, ക്യാമറ, എഡിറ്റിംഗ് എല്ലാം വേണം. അഭിനയിക്കാൻ ഞാനുണ്ടല്ലോ, പിന്നെ പ്രൊഡ്യൂസർ. അതിന് യോഗ്യനായ ഒരാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതാരാ? നീ തന്നെ. അല്ല, ഞാൻ. എടാ മോനെ ചണ്ടാളാ, ആലോചിക്കാനൊന്നുമില്ല, നീ തന്നെ. നിന്റെ അച്ഛൻ്റെ കോഴിക്കൃഷിയെക്കാട്ടിലും അന്തസ്സുണ്ട് സിനിമയ്ക്ക്. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖം. ഫിലിം പ്രൊഡ്യൂസർ ചണ്ടാളൻ. ഫിലിം പ്രൊഡ്യൂസർ ചന്ദ്രു. ശരി, ഇനി ക്യാമറയും ഡയറക്ഷനും? ക്യാമറ അത് ഉമ്മച്ചൻ്റെ ഫ്രണ്ട് ചെയ്തോളൂ. പിന്നെ ഡയറക്ഷൻ അത് ഞാൻ തന്നെ ചെയ്തോളാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയത് വെറുതെ ഒന്നും അല്ലല്ലോ. നിനക്ക് വല്ലതും അറിയോ? ഒരു കാര്യം ചെയ്യേ, എൻ്റെ വീടിൻ്റെ അടുത്തൊരു പഴയ ഫിലിം ഡയറക്ടർ ഉണ്ട്, മൂക്കൻ. മൂക്കനോ? അത് പുള്ളിയുടെ ആദ്യത്തെ പടത്തിന്റെ പേരാ. പഴയ പുലിയ.
സത്യത്തിൽ മൂക്കൻ എന്ന പടത്തിന് മുമ്പ് ഞാൻ ചെയ്യാനിരുന്നത് വൈശാലിയായിരുന്നു. പിന്നെ അന്നത്തെ തിരക്ക് കാരണം അത് നടന്നില്ല. പിന്നെ ഏതോ ഭരതനോ ലക്ഷ്മണനോ ആരോ അത് ചെയ്തു. അന്ന് ഞാൻ 1 വർഷം 10-15 പടങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മലയാള സിനിമ വിട്ടു. ശേഷം ബോളിവുഡിൽ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അങ്ങനെ കുറേ വർഷങ്ങൾ. അപ്പൊ സാറ് ഹോളിവുഡിലൊക്കെ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവൂലേ? എത്ര പടം ചെയ്തിട്ടുണ്ടാവും? ഇതൊക്കെ ആര് ഓർത്തിരിക്കുന്നു? ഒരു 100-150 പടം ചെയ്ത് കാണും. അപ്പോ സാറ് ലാസ്റ്റ് ചെയ്ത പടം ടൈറ്റാനിക്. വാവ്, ഗ്രേറ്റ്. ഇനി ഉണ്ടോടെ ഇതുപോലത്തെ ഐറ്റംസ്? എൻ്റെ പൊന്നടാവേ, അങ്ങേർക്ക് വട്ടായ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇനി ഒരാളുടെയും സഹായം നമുക്ക് വേണ്ട. നിനക്കറിയാവുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ ഇനി ഈ ലൊക്കേഷൻ എവിടെയാ? ഇനി ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒറ്റ ലൊക്കേഷനേ ഉള്ളൂ. അനീഷ് പിടിച്ച ക്യാമ്പസ്. ഉഗ്രൻ ലൊക്കേഷൻ. ഉഗ്രൻ കളക്ഷൻ. നമ്മൾ ആരെയാ കാണാൻ പോകുന്നേ? മിസ്റ്റർ എബ്രഹാം പുണ്യക്കാട്ടിൽ. അതാരാ? സാറാണ് ഈ കോളേജിലെ പ്രിൻസിപ്പൽ. മാത്രമല്ല ഓർഗൻ ഡൊണേഷൻ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റും. നമ്മുടെ മരിച്ചുപോയ അനീഷിന്റെ ഈ തീരുമാനത്തിന് എല്ലാ ഹെൽപ്പും ചെയ്തതും സാറാ. സോ നമ്മൾ സാറിനെ കാണുന്നു. ഇരിക്കെ. എന്താ കാര്യം? സർ, എൻ്റെ പേര് ടോണി. ഇത് ചന്ദ്രു, ഇത് ഉമ്മച്ചൻ. കൊള്ളാം. നിങ്ങളുടെ ഈ അറ്റംപ്റ്റ് എല്ലാ ചെറുപ്പക്കാർക്കും ഒരു ഇൻസ്പിറേഷനാണ് കൊടുക്കുന്നത്. അനീഷിനെ പോലെയുള്ളൊരു നല്ല മനസ്സ് നിങ്ങൾക്കും ഉണ്ട്. അതാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ബട്ട് എല്ലാത്തിനും ഒരു നല്ല തുടക്കം വേണം. ഈ ഫോമൊക്കെ ഞങ്ങൾക്കൊന്ന് വേണം. അനീഷ് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യില്ലേ? വീണ്ടും പണി പാളി. നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. ഇല്ലടാ, സാറ് പറഞ്ഞ് നീയും കേട്ടതല്ലേ. അനീഷിൻ്റെ ആ നല്ല മനസ്സായിരിക്കും ചിലപ്പോൾ നമ്മളെ കൊണ്ടിത് ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു മെസ്സേജ്, അതാർക്കും പറയാം. പക്ഷെ അത് ചെയ്തു കാണിക്കാനാ പാട്. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ ഇത് നമ്മുടെ പേരൻസ് അറിഞ്ഞ? അങ്ങനെ നോക്കി അനീഷ് ഇത് ചെയ്യില്ലായിരുന്നു. സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് 5 കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടത്. പിന്നെ മരണം, അതൊരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ നാളെ തന്നെ മരിച്ചു പോകുന്നില്ല. ഇനി മരിച്ചാലും ഒരു നല്ല കാര്യം ചെയ്തു എന്നോർത്ത് സമാധാനിക്കാം. ശരിയാ, സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാട്ടാൻ സാധിച്ച അതല്ലേടാ നല്ലത്. എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ചളയും. ഇതിനേക്കാൾ നല്ലതല്ലേടാ ഒരാളുടെ ജീവിതം രക്ഷിക്കുന്നത്. എന്നാൽ അതിലൊപ്പിട്ടുകൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം അല്ലേ?
ഈ നിറഞ്ഞ കരഘോഷങ്ങൾക്ക് 1000 നന്ദി. ഇനിയും ഇതുപോലെ 1000 മനുഷ്യന്മാർ നമുക്കിടയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സമ്മതപത്രം ഞങ്ങൾ സാറിന് കൈമാറുന്നു. സാർ, എനിക്കൊരു ആപ്ലിക്കേഷൻ ഫോം. സാർ എനിക്കൊരു ഫോം വേണം. സാർ സാർ, എനിക്കും. സാർ ഇതിനുമാതിരി കോപ്പിലെ പരിപാടിയാണ്. പഴയ